പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെയും മകനെയും ഇടയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഈ 21/1/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് സാലി സണ്ണി, എൻ്റെ മകൻ തോമസ് സണ്ണി. ഞാൻ ഇരഞ്ഞി സെൻറ്റ് പീറ്റർ ആൻഡ് ഫോൾസ് ഫൊറോന പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മകൻ ഡിഗ്രി BSc ഫിസിക്സ് എടുത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, നിയോഗം വെച്ചിരുന്നു. അവന് നല്ല ഉയർന്ന മാർക്ക് കിട്ടി പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുന്നത്. അവന് CGPA പരീക്ഷയിൽ അവനെ 10ൽ 10 നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിനെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ മകൻ അത് കഴിഞ്ഞു ജർമ്മൻ പഠിക്കാനാണ് പോയത്. അത് കഴിഞ്ഞ് B2 പരീക്ഷ പാസ്സായി കഴിഞ്ഞ് അവൻ വിസയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം വിസ ഇൻ്റർവ്യൂവിന് പോയി. 3 പ്രാവശ്യം വിസ റിജക്റ്റായി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും അമ്മ തന്നില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ നാലാമത് 2009 ഡിസംബർ 9 ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം 41 ദിവസത്തിനകം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ചു തരുമെന്ന്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എന്നിട്ട് അപ്പോഴേ തന്നെ കലണ്ടർ എടുത്തുകൊണ്ട് വന്ന് 9 തുടങ്ങി 1, 2, 3 ഡേറ്റ് ഇട്ടു. അത് കഴിഞ്ഞാണ് ഈ കൊച്ചിന് വിസ ഇൻ്റർവ്യൂ വരുന്നത്. ഡിസംബർ 16 കൊച്ചു PSFലേക്ക് ഇൻ്റർവ്യൂവിനും പോയി. ഞാനപ്പോഴേ തന്നെ രാവിലെ തന്നെ ഇവിടെ ഈ കൃപാസന അമ്മയുടെ അടുത്തേക്ക് പോന്നു. ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മൂന്നാമത് വിസ റിജക്റ്റായിട്ട് എനിക്കൊരു സങ്കടവും വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണ് വിസ കിട്ടാഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പം ഈ ഉടമ്പടി, അപ്പോൾ ഞാൻ നിയോഗം വെച്ചത് എങ്ങനെയാണ്, ഈ ഉടമ്പടിയിൽ എനിക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുവാനുള്ള കൃപ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെയും മകനെയും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഞാൻ 7:30 ആയപ്പം ആ ഗ്രൗണ്ടിൽ വന്നതാണ്. അവിടുന്ന് നടന്ന് കൃത്യം 2:30 ഈ അമ്മയുടെ സന്നിധിയിലെത്തി. അപ്പോൾ ഞാൻ പോകുന്നത് പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ തൊട്ട്, അന്ന് എല്ലാവർക്കും കാണാമായിരുന്നു, അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പരിശുദ്ധ അമ്മ തന്നില്ലെങ്കിൽ അവനൊരിക്കലും ജർമ്മനിക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് യാതൊരു മെറ്റുമില്ല, 0 മെറ്റ് നിൽക്കുന്ന എന്നെയും കുടുംബത്തെയും അമ്മ രക്ഷിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞു ഉടനെ എനിക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു സഹോദരി നിൽപ്പുണ്ടായിരുന്നു വോളണ്ടിയറായിട്ട്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിശ്വസിച്ചു, ഇനി വിസ ഇൻ്റർവ്യൂവിന് വന്നാൽ ഇവൻ തീർച്ചയായിട്ടും പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ BSFിലേക്കും പോയി, ഞാൻ ഇങ്ങോട്ടും പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ദിവസം എത്രയായിരുന്നു, 41 ദിവസം എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കണത്. ഞാൻ എല്ലാ ദിവസവും എണ്ണും. ഡിസംബർ 16 തുടങ്ങി. ഇവന് ജനുവരി 14 പൊക്കം ഇവന് PSF എന്ന് പറഞ്ഞു വിസ പാസ്പോർട്ട് തിരിച്ചയക്കുമെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായി വരുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കൃപാസന അമ്മ, എനിക്ക് എൻ്റെ മകന് വിസ കിട്ടിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എന്നാണ് എൻ്റെ വായി വരുന്നത്. അങ്ങനെ വിസ കൈ കിട്ടി നോക്കിയപ്പോൾ, പാസ്പോർട്ട് കൈ കിട്ടി നോക്കിയപ്പം അതിനകത്ത് വിസ കിട്ടിയിരിക്കുന്നു. ഉടനെ പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്തുമാത്രം നന്ദി പറഞ്ഞെന്നറിയില്ല. പിന്നെ ഞാൻ നടക്കുന്ന വഴിയൊക്കെ എപ്പോഴും കൊന്ന ചെല്ലുമ്പം തെറ്റിപ്പോകും. ഞാൻ എപ്പോഴും
അവന് വിസ കിട്ടുന്ന 41 ദിവസം പറഞ്ഞെങ്കിലും കിട്ടിയത് കൃത്യം 39-ാം ദിവസം. ഞാൻ അപ്പോഴേ അവിടെ ടിക്കറ്റ് വെച്ചു കലണ്ടറെ. എന്നിട്ട് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് എത്ര പറഞ്ഞാലും മതിയാകില്ല. 3 പ്രാവശ്യം റിജക്റ്റായിട്ട് പിന്നെ 4ാമത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നത് കൊണ്ട് മാത്രം കിട്ടിയതാണത്. മോനെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അന്ന് ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അടുത്തുള്ള ഒരാൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ മാതാവിൻ്റെ ഒരു ചെറിയ രൂപം തന്നു. ആ രൂപം മോൻ പോക്കറ്റിലിട്ടാണ് പോയി പരീക്ഷ എഴുതിയത്, ഇംഗ്ലീഷ് പരീക്ഷയുടെ അന്ന്. ആ പരീക്ഷയ്ക്ക് മോന് ഫുൾ A+ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഈ BSc ഫിസിക്സ് ഈ പരീക്ഷയുടെ സമയത്ത് പോകുമ്പം അവൻ്റെ ലാപ്ടോപ്പിൽ കാൽക്കുലേറ്ററിൽ അവൻ തൈലം തൊട്ട് കുരിശ് വരച്ചേ പോവുള്ളൂ. ഞാൻ അവന് രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിലും അവൻ്റെ തലയുടെ നെറുകയിലും കയ്യിലും തൊണ്ടയിലും നാവിലും ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ അവന് ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്തു വിടും. അതവൻ ആരും ചവിട്ടാത്തടുത്ത് ഉടമ്പടി ഇട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവനും എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് വന്നു എന്ന് വന്നാലും ഞാൻ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മയോട് എൻ്റെ സങ്കടം എനിക്ക് എന്ത് തോന്നിയാലും അപ്പോഴേ ഓടി വന്ന് അമ്മയോട് പറയണം. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പോകുമ്പം ഞാൻ പത്രം മേടിച്ചുകൊണ്ടേ പോവുള്ളൂ. ഈ ഡിസംബർ 16-ാം തീയതി ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വൈക്കത്ത് ബോട്ട് ചട്ടി ചെന്നപ്പം ഒരമ്മച്ചിയോട്, ഞാൻ വൈക്കത്ത് ബോട്ട് ചട്ടി ചെന്നപ്പോഴത്തേക്ക് 3 കെട്ട് പത്രം എൻ്റെ തീർന്നെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് പത്രം കൊടുത്തപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ബോട്ട് വരാൻ കുറച്ച് താമസമുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മച്ചീനെ പത്രം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അമ്മയോട് ഞാൻ അപ്പോൾ അമ്മ എന്നോട് പറയാം, എൻ്റെ മോളെ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ പോകും. അമ്മച്ചി ഒരു വീട്ടു പണിക്ക് പോകുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ, അയ്യോ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിയാൽ മതി. വായിച്ച് കേട്ടപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞ കാര്യമാണത്. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്ന അക്രൈസ്തവർക്കും ഓട്ടോ സ്റ്റാൻഡിലും വഴിക്കാണ് എൻ്റെ മുമ്പിൽ ആരെ കണ്ടോ ഞാൻ അവർക്ക് പത്രം കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. പിന്നെ എനിക്ക് ആര് പത്രം തന്നാലും എപ്പം തന്നാലും ഞാൻ ആ പത്രം മേടിക്കുന്നത്. ഞാൻ പത്രം മേടിച്ചാന്ന് ഞാൻ വെക്കില്ല. എന്നിട്ട് ആ പത്രം ഞാൻ വേറെ അടുത്തയാൾക്ക് ആ പത്രം കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്നിടത്തോളം ദിവസം ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളും. വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ അവിടെ അടുത്ത് കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ കരുണാലയം ഈ മാനസിക രോഗികളെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ അവരെ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കും. പിന്നെ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കും. പിന്നെ എനിക്ക് പറ്റുന്ന ചെറിയ തുകകൾ ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ മകനോട് ഞാൻ പറയും, നിനക്ക് ശമ്പളം കിട്ടുമ്പം നീ അവനും അവിടെ മാനസിക രോഗികളുള്ളതുകൊണ്ട് മകൻ അവിടെയുള്ളവർക്ക് ഭക്ഷണമായിട്ടും ചെറിയ ചെറിയ സഹായമായിട്ടും അവൻ്റെ ശമ്പളം കിട്ടുമ്പോഴൊക്കെ അവൻ കൊടുക്കും. പിന്നെ പ്രത്യക്ഷ കഴിഞ്ഞ പ്രാർത്ഥന വീട്ടിലവനുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചെല്ലുന്നത്. അവൻ പ്രത്യക്ഷമാണ്. അപ്പോൾ അവൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്കൊക്കെ കൂടും. പിന്നെ ബുധനാഴ്ച ദിവസം ഞാൻ രാവിലെ ഉള്ള ചായ മാത്രം കുടിക്കും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയ പരിസ്ഥിതി എന്നോട് ചോദിച്ചാൽ, ഉപവാസം എടുക്കുന്നില്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ട് അന്നത്തെ ദിവസം മത്സ്യവും മാംസമൊന്നും കൂടെ നോയമ്പൂടി എടുക്കാൻ മേലേന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അതിൽ പിന്നെ ഞാൻ ഒരിക്കലും ബുധനാഴ്ച ദിവസം മത്സ്യവും മാംസമൊന്നും കൂട്ടാറില്ല. എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നതല്ലാതെ ഒന്നുമില്ല. ഈശോയോട് ചോദിച്ച് എല്ലാം എൻ്റെ അമ്മ ഈശോയോട് ചോദിച്ച് തന്നതാണ്. അതിന് ഞാൻ ഇവിടെയല്ല ഞാൻ നടക്കുന്ന വഴിയെല്ലാം കാണുന്നവരോടും എപ്പോഴും ഞാൻ അതിനെ നന്ദി പറയാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും എനിക്കിപ്പോൾ തന്ന എല്ലാ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വന്നു നിൽക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 8 മാസക്കാലം ജർമ്മൻ പഠിച്ചു. അതിനുശേഷം 2 വർഷം പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ച് ആദ്യമൊക്കെ ആയിരുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും എന്നാ പോകുന്നേ. അപ്പോൾ അതൊരു ഇതായതിനു ശേഷം ഞാനൊരു 2 വർഷം പിന്നെ വീട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. ഒരു ക്രിസ്മസിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഓണത്തിനാണെങ്കിലും അങ്ങനെ വീട്ടിൽ വന്നിട്ടില്ല. കാരണം എപ്പോഴും ചോദ്യമാണ്, എന്നാ നീ പോകുന്നത്, നിനക്ക് പോവാറായില്ലേ, നീ പഠിപ്പിച്ച പിള്ളേർ പോയി, എല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റുന്നില്ല. 3 വിസ റിജക്റ്റായി. ഇപ്പം വീട്ടിലോട്ടാണെങ്കിലും കുറേ സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്ന പൈസ പോകുന്നു.
അപ്പം എല്ലാം കൊണ്ടും ഒരു ജർമ്മൻ പഠിച്ചതിന് ശേഷം ഒരു പരാജയം പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാനും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു. നന്നായി അവരോടാണേലും ഞാൻ പറയും. അപ്പം ഞാനൊരു വൃദ്ധസദനം അടുത്തുള്ളത് പോവുകയാണെങ്കിൽ പിള്ളേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിമാരായിട്ട് വർത്തമാനം പറയും. പിന്നെ കിട്ടുന്ന പോലെ അവരുടെ നിന്നും ഞാൻ പറയും, നമുക്കൊന്നിച്ച് മേടിച്ച് കൊടുക്കാം, അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. ചില ദിവസങ്ങളിൽ വൈകുന്നേരത്തെ കാപ്പി ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പച്ചനും അമ്മച്ചിക്കും ഒരു സന്തോഷമാണ്, അവിടുത്തെ സിസ്റ്റർമാർക്കൊരു സന്തോഷമാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനിയും അമ്മ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തരും, കാരണം കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 16:11 അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സാലി സണ്ണി എന്ന ഈ സഹോദരി തൻ്റെ മകൻ്റെ ജീവിത നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അമ്മയുടെ വാക്കുകളിൽ അമ്മ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുന്നൊരു കുടുംബം, മകനും ഉടമ്പടിയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് മുന്നോട്ട് പോയ ഒരു മകൻ്റെ പഠനകാലം മുഴുവനും മികവോടുകൂടി പഠിച്ചൊരു മകൻ, ഓരോ കാര്യവും കൂടുതൽ ഏറ്റവും മികച്ച മാർക്കോടുകൂടി ഏറ്റവും മികച്ച ഗ്രേഡോടുകൂടി അവൻ വിജയിച്ചു പോകുന്ന മകനാണ്. അതുകൊണ്ടാണ് അവൻ്റെ വിസ 3 തവണ റിജക്ഷൻ ആകുമ്പോഴും ഒരു തവണ പോലും അവൻ്റെ കുഴപ്പങ്ങൾ അതിനകത്തില്ല. ഓരോ തവണയും ഏറെ പണിപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം വളരെ കൃത്യതയോടുകൂടി അയച്ചു കൊടുക്കുമ്പോൾ അവൻ്റേതല്ലാത്ത കാരണത്താൽ നിരന്തരം വിസ റിജക്ഷനായിക്കൊണ്ടിരിക്കുന്നു. ഈ വിസ റിജക്ഷന് പ്രത്യേകിച്ച് കാരണങ്ങൾ അധികമൊന്നും കണ്ടെത്താനില്ല. അവൻ്റേതായിട്ട് കാണുന്ന കാരണങ്ങളൊക്കെയും അവൻ ചെന്നെത്തുന്ന ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. മകൻ അതാണ് ആകെ കുഴങ്ങിയത്. പഠിപ്പിച്ചവർ പോലും ജർമ്മനിയിലേക്ക് പഠനത്തിന് വേണ്ടി പോയിട്ടും മകൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്തോ തടസ്സപ്പെട്ട് നിൽക്കുന്നത് പോലെ. ഉടമ്പടിയിൽ നമുക്കെപ്പോഴും ഇത് ചിലപ്പോൾ അനുഭവിക്കുന്നൊരു മേഖലയാണ്. വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുക, നന്നായി അമ്മമാതാവിനെ ശരണപ്പെട്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, ഏറ്റവും എളിമയിലും സ്നേഹത്തിലും ഓരോ കാര്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേരുക. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ വലിയ ദൈവിക ഇടപെടലിൻ്റെ സാധ്യത കൂടി നമുക്കതോടൊപ്പം കൈമാറുന്നുണ്ട്. അതാണ് അമ്മ പറയുന്നത്, ഒരു ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ 41 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നൊരു സന്ദേശം ജോസഫ് അച്ഛൻ കൈമാറുന്നത്. ആ സന്ദേശം കിട്ടുമ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കലണ്ടറിൽ ഡേറ്റ് അടയാളപ്പെടുത്തി പിന്നെ എണ്ണിത്തുടങ്ങുകയാണ്. ഈ 41 ദിവസത്തിനുള്ളിൽ എൻ്റെ മകൻ്റെ ഈ കഴിഞ്ഞ 2-2.5 വർഷമായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഈ വലിയൊരു കാര്യം അതമ്മ നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് തടസ്സങ്ങൾ മാറ്റി അതിന് ഫലം നൽകും എന്ന പ്രത്യാശയിൽ ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് രണ്ടുപേരും കൂടി അത് നന്നായി പ്രാർത്ഥിക്കുന്നതാണ് അമ്മ സൂചിപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി അമ്മ പറയുന്നുണ്ട്, നിരന്തരം തിരിച്ചു വരുന്ന പാസ്പോർട്ട് അമ്മയുടെ തിരുനടയിലേക്ക് കൊണ്ടുവരുന്നു. 7-ാം തീയതി ഡിസംബർ 7-ന് എല്ലാവരും പ്രാർത്ഥിക്കുവാനും അമ്മയെ തൊട്ടുവണങ്ങി പ്രാർത്ഥിച്ച് ഏറെ ക്ലേശമുള്ള വിഷയങ്ങൾ സമർപ്പിക്കുവാനായി അവസരം ലഭിച്ചപ്പോൾ അമ്മ രാവിലെ വന്ന് ഏതാണ്ട് പ്രത്യക്ഷീകരണ സമയത്താണ് അൾത്താരയിലേക്ക് എത്തുന്നത്. ആ പ്രത്യക്ഷീകരണ സമയത്ത് 2:30 അമ്മ മാതാവിൻ്റെ ആ തിരുസ്വരൂപത്തിനരികിൽ ആ 3 തവണ തിരികെ വന്ന പാസ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഇനി അമ്മ ഇതേറ്റെടുത്ത് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കുവാൻ വേണ്ടി എൻ്റെ മകനെ സഹായിക്കണമെന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പോകുന്നു. 2 കാര്യങ്ങളാണ് ഈ മകന് വന്ന വലിയ തടസ്സത്തിന് അമ്മ ചെയ്ത പ്രവൃത്തികളായി നമ്മൾ കാണുന്നത്. ഭാരങ്ങൾ ലഘൂകരിക്കുന്ന പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുന്നത്. അതിൻ്റെ അവസാനം അമ്മ നന്നായി പറഞ്ഞു വെച്ചു, 39-ാമത്തെ ദിവസം മകൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി, അതിൽ വിസ അടിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് കണ്ണീരിൻ്റെ ദിവസങ്ങളുണ്ടാവാം,
നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നാം തന്നെ ക്ലേശിക്കുന്ന അവസരങ്ങളുണ്ടാവാം. നമുക്കുത്തരമില്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും, നമുക്കുത്തരമില്ലാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മയുടെ കരങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ക്ലേശത്തിലേക്ക് ജീവിതം മാറുമ്പോൾ, കൂടുതൽ എളിമപ്പെട്ട് ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവും. പക്ഷേ ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടുകൂടി അല്പം പോലും ചഞ്ചലപ്പെടാതെ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്ന ചില പരീക്ഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അമ്മ കാഷ്വലായി പറഞ്ഞുവെങ്കിലും അമ്മയുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രധാന മർമ്മം നമ്മൾ കണ്ടെത്തുവാൻ പറ്റും. അമ്മ പറയുന്നുണ്ട്, 16-ാം തീയതി മകന് വേണ്ടി മകൻ VFSൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ നേരെ കൃപാസനത്തിലേക്ക് പോന്നു. ഇവിടെ വന്നിരുന്ന അമ്മയുടെ സന്നിധിയിൽ ആ ദിവസം മുഴുവനും പ്രാർത്ഥിച്ചു. തിരികെ പോയപ്പോൾ ഞാൻ 3 കെട്ട് പത്രവുമായിട്ടാണ് പോയത്. പോയ വഴിക്ക് ഒരു അമ്മയ്ക്ക് പത്രം കൈമാറുമ്പോൾ അമ്മ പറയുന്നു, വായിക്കാൻ അറിയത്തില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാമെന്ന് കരുതി പോവുകയല്ല, അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് ആ കൃപാസന പത്രം വായിച്ചു കൊടുക്കുന്നു. ഇതാണ് ഉടമ്പടിയിലുള്ള ചില ട്വിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം അമ്മ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനത്തിന് പത്രം ശേഖരിച്ചു കൊണ്ടുപോകുന്നു. കൈമാറുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാനുള്ള ശേഷിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ കൂടെ നിന്ന് പറഞ്ഞുകൊടുത്ത് വായിച്ചു കൊടുത്ത് വിശ്വാസം കൈമാറുന്നു. ആ വിശ്വാസ കൈമാറ്റത്തിനുള്ള അനുഗ്രഹത്തിൻ്റെ പേരാണ് മകന് ലഭിക്കുന്ന വിസ എന്നത്. പ്രിയമുള്ളവരെ, നാം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ പല രീതികളിൽ നമ്മുടെ വിശ്വാസത്തെയും ഉടമ്പടിയോടുള്ള വിശ്വസ്തതയെയും ഉരച്ചു നോക്കുന്ന അവസരങ്ങളുണ്ടാവും. ആ ഉരച്ചു നോക്കുന്ന അവസരങ്ങളിൽ നമ്മളത് ഷാർപ്പായി നാം അതിനെ ഇടപെടുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ആ ടെസ്റ്റ് കഴിഞ്ഞു. പിന്നീട് നമുക്ക് അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ മകൻ സന്തോഷത്തോടുകൂടി വിദേശത്തേക്ക് പോകുമ്പോൾ ഈ അമ്മ ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷകളും നന്നായി വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഉടമ്പടിയെ പരിശോധിക്കുക, നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് കാണുക. എവിടെയെങ്കിലുമൊക്കെ അതിൽ തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടെങ്കിൽ അല്പം കൂടി അമ്മയുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാനായി ഉടമ്പടി വിശ്വസ്തതയിൽ നമുക്ക് ജീവിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.